ഞെട്ടിക്കും കൈവണ്ടി ലീഗിനെ ഞങ്ങൾ ഞെട്ടിക്കും, തോൽപ്പിക്കും കൈവണ്ടി ലീഗുകാരെ ഞങ്ങളങ്ങ് തോൽപ്പിച്ചു കളയും. ഇതായിരുന്നു 1952 മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ പ്രതിയോഗികൾ ലീഗിനു നേരെ ഉയർത്തിയ മുദ്രാവാക്യം. കാരണം ലീഗിന്റെ മുന്നണി പ്രവർത്തകരെല്ലാം കൈവണ്ടി തൊഴിലാളികളും ചുമട്ടു തൊഴിലാളികളുമായിരുന്നു. അവരുടെ മനസ്സ് വികാരഭരിതമായി, അവരുടെ മനസ്സ് വ്രണിതമായി. കോഴിക്കോട്ടങ്ങാടിയിലേക്ക് ആയിരക്കണക്കിന് കൈവണ്ടിയുമായി അവർ പുറത്തിറങ്ങിയിട്ട് അവർ മുഷ്ടി ചുരുട്ടിയിട്ട് പറഞ്ഞു, ഞങ്ങൾ കൈവണ്ടി പ്രവർത്തകർ തന്നെയാണ്, ഞങ്ങൾ ചുമട്ടു തൊഴിലാളികൾ തന്നെയാണ്, പക്ഷേ ഞങ്ങളുടെ അസ്തിത്വം അത് ലീഗാണ്. അവർ പറഞ്ഞു, ഞങ്ങളുടെ നായകന്റെ പേര് CH മുഹമ്മദ് കോയ എന്നാണ്. അവരുടെ സ്ഥാനാർത്ഥിയെ മുൻനിർത്തി, CH നെ മുൻനിർത്തി അവർ പോരാട്ടത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ രണഭൂമിയിലേക്ക് അവർ ഇറങ്ങി. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന നാൾ വന്നു ചേർന്നിരിക്കുന്നു. ആകാശത്തിന്റെ നീലിമയിലേക്ക് പച്ചപ്പതാക ഉയർത്തിയിട്ട് അവർ പരിഹസിച്ച് അവർ അപകീർത്തിപ്പെടുത്തിയ അതേ കൈതൊഴിലാളികളും അതേ കൈവണ്ടിക്കാരും ഈ അങ്ങാടി തെരുവിലേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, നോക്കടോ, ഇതാണ് ഞങ്ങളുടെ നായകൻ CH മുഹമ്മദ് കോയ. ആ CH ഉയർത്തിപ്പിടിച്ച് വിജയശ്രീലാളിതരായി ആകാശത്തേക്ക് ഹരിത പതാക ഉയർത്തിയ ആ മനുഷ്യർ നടന്നു പോയെങ്കിൽ എന്നെ കേൾക്കുന്ന മനുഷ്യർ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. അധികാരത്തിന്റെ ശീതള ഛായയിലോ തലോടലിലോ പണത്തിന്റെ കൊഴുപ്പിലോ അല്ല ലീഗ് പ്രസ്ഥാനം വാനോളം ഇന്ന് കാണുന്ന ഈ ഒരു പ്രതലത്തിലേക്ക് ഉയർന്നു വന്നത്. അതിൻ്റെ പിന്നിൽ അധ്വാനമുണ്ട്. അതിൻ്റെ പിന്നിൽ നിഷ്കളങ്കരായ നിഷ്കപടരായ മനുഷ്യരുടെ നസീമമായ പിന്തുണയുണ്ട്. ആ പിന്തുണയാണ് നിങ്ങൾക്കൊരിക്കലും തിരുത്താനും നിങ്ങൾക്കൊരിക്കലും ചോദ്യം ചെയ്യാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് ലീഗ് അതിൻ്റെ ആഴങ്ങളിലേക്ക് വേരൂന്നിയ ഒരു പ്രസ്ഥാനമാണെന്ന് ഇനിയെങ്കിലും പ്രതിയോഗികൾ, ഇനിയെങ്കിലും ശത്രുചേരി തിരിച്ചറിയേണ്ടതുണ്ട്.